പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ച വി ജി റാംജി ബില്ല് നിയമമാക്കിയതിന് പിന്നാലെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇടതു സംഘടനകൾ. രാജ്യത്തെ ഇടതുപക്ഷ സംഘടനകൾ യോജിപ്പിച്ച പ്രക്ഷോഭം ഇന്നും കോൺഗ്രസിന്റെ പ്രക്ഷോഭം 28-ാം തീയതി നടക്കും. CPM, CPI, CPIM, ലിബറേഷൻ, RSP, ഓൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധിക്കുക. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, പരമാവധി തൊഴിൽ ദിനങ്ങളായ 200 ദിനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. പുതിയ നിയമനിർമ്മാണം ഇന്ത്യയുടെ ഗ്രാമീണ സുരക്ഷാ വല തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും പദ്ധതിയുടെ പേരുമാറ്റം മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും സംഘടനകൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് വി ജി റാംജി ബില്ല് നിയമത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും നിയമത്തിന് വന്നതിന് പിന്നാലെ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഇടതു സംഘടനകൾ ഇറങ്ങുകയാണ്. രാജ്യത്തെ ഇടതുപക്ഷ സംഘടനകളുടെ യോജിച്ച പ്രക്ഷോഭം ഇന്നും കോൺഗ്രസിന്റെ പ്രക്ഷോഭം 28-ാം തീയതിയും നടക്കും. CPM, CPI, CPIM, ലിബറേഷൻ, RSP, ഓൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് എന്നീ സംഘടനകളുടെ സംയുക്തമായി പ്രതിഷേധത്തിന് ഇറങ്ങുക, പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക, പരമാവധി തൊഴിൽ ദിനമായ 200 ദിനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇത് പുതിയ നിയമനിർമ്മാണം ഇന്ത്യയുടെ ഗ്രാമീണ സുരക്ഷാ വല തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും പദ്ധതിയുടെ പേരുമാറ്റം മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും സംഘടനകൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു. പേരുമാറ്റം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില വ്യവസ്ഥകൾ, ഇതിനുള്ളിലെ വ്യവസ്ഥകളും മാറിയിട്ടുണ്ട് തൊഴിൽ ദിനം സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ 60% കേന്ദ്രത്തിന്റെ ഒരു ഫണ്ട്, 40% സംസ്ഥാനങ്ങൾ ഇതിലേക്ക് ഫണ്ടിടണം എന്നൊരു കാര്യം കൂടി വന്നിരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് അമിതഭാരം എന്ന രീതിയിൽ സംസ്ഥാനത്തുടനീളം ഈ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട്. ഏറെ പ്രക്ഷോഭങ്ങൾക്കും ചർച്ചകൾക്കുമിടയിലാണ് ഇപ്പോൾ ഇത് പാസ്സായിരിക്കുന്നത്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നുകൂടി വ്യക്തമാക്കുന്നു.